ഹ, മടിച്ചു നിൽക്കാണ്ട് അവൻ ചോദിച്ചതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു പെണ്ണെ. ചന്ദ്രേച്ചി കണിശത്തോടെ പറഞ്ഞു. അപ്പോൾ അരുണിമ നിന്ന് മടിച്ചു. ദീപുവിന് ഒന്നും പിടുത്തം കിട്ടിയില്ല. അരുണിമ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി വായും പൊളിച്ചു നിന്നു. അത് പിന്നെ ഗിരിയേട്ടനില്ലേ, ഏട്ടൻ ഒരാളെയും കൊണ്ട് വീട്ടിൽ പെണ്ണു കാണാൻ വന്നിരുന്നു. അത് കേട്ടപ്പോൾ ദീപുവിൻ്റെ മനസ്സ് ചെറുതായി ഒന്നിടഞ്ഞു. അല്ല, എൻ്റെ സമ്മതം ചോദിച്ചില്ല. ചെറുക്കൻ ആരാണെന്ന് ചോദിച്ചാൽ ഏട്ടനേക്കാളും മഹാ തല്ലിപ്പൊളിയായ ഒരുത്തൻ. അങ്ങനെ ഒരാളെയാ ഏട്ടൻ പെങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്. ഞാനാവുന്നത് പറഞ്ഞു നോക്കി വേണ്ടെന്ന്. എന്നെ നിർബന്ധിച്ച് ചായം കൈ പിടിപ്പിച്ച് അയാളുടെ മുന്നിൽ കൊണ്ട് നിർത്തി. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തെമ്മാടിയാ. എൻ്റെ അനുവാദം കൂടാതെ ഏട്ടൻ പലതും ഉറപ്പിക്കാം. ആ അധികാരത്തിൽ ഇന്നിപ്പോൾ അയാളോട് വന്നിട്ട് പോയി. പ്രവി എന്നാണ് പേര്. ഞാൻ മടിച്ചു നിന്നാ ദീപു. പക്ഷേ അയാൾ കണ്ടുപിടിച്ച് കളഞ്ഞു. ആ ചൊരുക്കതേ ഈ ചന്ദ്രേച്ചിയോട് തീർത്തിട്ട് കൂടിയായിപ്പോൾ അങ്ങോട്ട് പോയത്. ഒരു പച്ച ഷർട്ടിട്ട ആളാണോ? കുറച്ച് തടിച്ചിട്ട് പൊക്കത്തി. മോനെ, അതെ അവൻ തന്നെ. അവനാണ് ശരിയല്ലോ. അതെ ദീപു, ഒരു ബുള്ളറ്റിലാണ് പോക്കും വരവും. അതൊന്നും ഓർത്താരുടെ ടെൻഷൻ ആവണ്ട. പിന്നെ നമ്മളൊക്കെ ഇവിടെ ഇല്ലേ, എന്തിനാ പേടി? ദീപുവിൻ്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ അതുവരെ ഇല്ലാത്ത ധൈര്യവും സമാധാനവും ഒക്കെ കൈവന്നു. ചോദിക്കാനും പറയാനും ദീപു ഉണ്ടല്ലോ എന്നൊരു തോന്നലും. ആകെ മൊത്തം അവൾക്ക് സന്തോഷം തോന്നി. ആദ്യം ഇവളുടെ ഏട്ടനെ നിലക്കുന്നത്രയും ദീപു വീട്ടിൽ വേറെ ആളില്ലാതെ പോയി. പാവം, ഈ പെണ്ണിൻ്റെ അമ്മ കുറേ ദുരിതമനുഭവിക്കുന്നുണ്ട്. അത് നീ കൊടുത്തത് അവന് കിട്ടേണ്ടത് തന്നെയായിരുന്നു. ചുമ്മാ ഒരു കാരണമില്ലാതെ നാട്ടുകാരുടെ മെക്കിട്ട് കയറിക്കൊള്ളു. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ചേച്ചി. ആ പക വീട്ടാനല്ലേ ആരും കാണാതെ ഒളിച്ചു വന്ന് വെട്ടിയത്. അത്രയ്ക്ക് ദുഷ്ടനാണ് എൻ്റെ ഏട്ടൻ. അതുകൊണ്ട് കുഴപ്പത്തിനൊന്നും പോകാൻ നിൽക്കട്ടെ ദീപു. വല്ലാത്ത ജാതികളാ ഇപ്പോൾ പോയ ആ പ്രവിയും എൻ്റെ ഏട്ടൻ ഗിരിയേട്ടനൊക്കെ. നല്ല കഥയായി. ഇനിയല്ലേ പെണ്ണെ ശരിക്കും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. രണ്ടുപേരെയും നോക്കി ആക്കിക്കൊണ്ട് ചന്ദ്രനെ ചേച്ചി പറഞ്ഞു. എന്നാൽ ശരി, അപ്പം ഞാൻ പോട്ടെ. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു ചെടി കയ്യിലിരിക്കട്ടെ. ഏതാ വേണ്ടത്? അരുണിമയ്ക്ക് ഇഷ്ടമുള്ളത്. ഇതിൻ്റെ കാശ് ഞാൻ തന്നെ തരും. ഇനിയിപ്പോൾ നമുക്കിടയിൽ കണക്ക് പച്ചലിൻ്റെ കാര്യം ഇല്ലല്ലോ അരുണിമി. വൈകാതെ ദീപു ചെടിയും കൊണ്ട് അവിടെ നിന്നിറങ്ങി. പോകുമ്പോൾ ദീപുവിന് മനസ്സിന് നല്ല സംതൃപ്തി തോന്നി. അരുണിമി ഒരു പാവ പെണ്ണാണ്. അവളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുമില്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. താൻ സ്നേഹിച്ചത് അവളുടെ നിഷ്കളങ്കപ്പെട്ട മനസ്സാണ്. അതിനു മുന്നിൽ അവൾക്ക് കാലുണ്ടോ, കൈയുണ്ടോ, മറ്റു കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നോക്കിയില്ല. ദീപു ചായ കുടിക്കാൻ കടയിൽ കയറിയപ്പോൾ മഹി കോൾ ചെയ്തു. അരുണിമയെ കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞ് എന്തായി എന്നറിയാൻ മഹി കാത്തിരിക്കാവും. വിവരം വിളിച്ചുടനെ പറയണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഐഡിയ മഹിയുടെ കൂടെയാണല്ലോ. വർക്കൗട്ടാകുമ്പോൾ ആദ്യം പറയേണ്ടതും അവനോട് തന്നെ. ഹലോ ദീപുവേട്ടാ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? ഓക്കെ അല്ലേ? ഓക്കെ ആണോന്നോ? ഡബിൾ ഓക്കെ മഹി. ഹോ, ഇപ്പോഴാ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണ ദീപുവേട്ടാ. അരുണിമേച്ചി ഹാപ്പി അല്ലേ? ആടാ, പിന്നെ എന്താ ഒരു പിന്നെ? ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ? ആടാ മഹി പറഞ്ഞു. പിന്നെ ഒരു പ്രശ്നം. അത് ഞാൻ വൈകിട്ട് നേരിട്ട് കാണുമ്പോൾ പറയാം. അപ്പോൾ ശരി, അങ്ങനെ ആയിക്കോട്ടെ. അതെ, ഞാൻ കുറച്ച് തിരിക്കലാണേ. മഹി കോൾ കട്ടാക്കി. ദീപു കടുപ്പും കൂട്ടി ഒരു ചായ ഓർഡർ ചെയ്തു. വൈകിട്ട് കരിങ്കാളിയിൽ കയറിയ അരുണിമയുടെ മുഖത്തെ തെളിച്ചു കണ്ടപ്പോൾ മഹിയുടെ മുഖത്ത് ചിരി വിടർന്നു. ടിക്കറ്റ് കൊടുക്കുമ്പോൾ മഹി പയ്യെ ചോദിച്ചു, സർപ്രൈസ് എങ്ങനെയുണ്ടായിരുന്നു അരുണിമേച്ചി? അപ്പം മഹിക്കെല്ലാം അറിയായിരുന്നല്ലേ? എന്നിട്ടാണ് പനി പിടിച്ച് കിടപ്പിലാണെന്ന് തട്ടിവിട്ടത്. അതിപ്പോഴുള്ള ഈ സന്തോഷം കാണാൻ വേണ്ടിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി മഹി. അപ്പോൾ പിന്നെ ഇനി നാളെ തൊട്ട് ഒട്ടും മുടക്കം കൂടാതെ കരിങ്കാളിയിലെ കണ്ടക്ടർ ദീപുവേട്ടൻ ഉണ്ടാകുന്നതാണ്. മഹി കൈ ചുരുട്ടി മൈക്ക് പോലെ പിടിച്ച് കളിയോടെ അരുണിമയോട് പറഞ്ഞു. വൃന്ദാവനത്തിൽ ചെന്ന പ്രവി അരുണിമ അവനെ കണ്ട് ഓടി ഒളിച്ചു നിന്ന സംഭവം ഒന്നുപോലും ഇടാതെ അങ്ങനെ തന്നെ പകർത്തിക്കൊടുത്തത് കേട്ട ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള നിൽപ്പായിരുന്നത്. എടാ ഗിരി, നീ ഒന്നും പറയാൻ നിൽക്കണ്ട, കേറി ഇങ്ങോട്ട് പോരാൻ. അമ്മ അടുക്കളയിൽ നിന്നും ഗിരിയെ വിളിച്ചു. വീടിന് മുന്നിലുള്ള വളവ് വളഞ്ഞ് വേലിക്കെട്ടടുക്കുമ്പോൾ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുലാത്തി അലസ്യത്തോടെ വീടി വലിക്കുന്ന ഗിരിയെ കണ്ടപ്പോൾ അരുണിമയ്ക്ക് പിടികിട്ടി. ഗിരികെട്ടിന് വെടിക്കെട്ടിനുള്ള നിൽപ്പാടെന്ന്. അവൾക്കങ്ങോട്ട് ചെല്ലാൻ നീരസം തോന്നി.